ഹലോ ട്രേഡേഴ്സ്, മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരാഴ്ച നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം വളരെ ക്രൂഷ്യലായിരുന്നു. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞൊരാഴ്ച നടന്നെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയില്ലെങ്കിലും അദാനിയും ഹിൻഡൻബർഗിനെയും പറ്റി അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. അദാനി വിവാദത്തെ തുടർന്ന് വാർത്തകൾ ഇടം പിടിച്ച ഹിൻഡൻബർഗ് അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. 2017 നദാൻ ആൻഡർസൺ സ്ഥാപിച്ച ഹിൻഡൻബർഗ് 8 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ നിക്ഷേപകരുടെയും അഴിമതികൾ കണ്ടെത്തുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അഴിമതി ഉണ്ടെന്ന് സംശയിക്കുന്ന കമ്പനികളുടെ ഓഹരികൾ ഷോർട്ട് സെല്ലിംഗ് ചെയ്യുകയും തുടർന്ന് ഈ പ്രശ്നങ്ങൾ തുറന്നു കാട്ടുകയും വിശദമായ റിപ്പോർട്ടുകൾ പബ്ലിക്കലി പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഹിൻഡൻബർഗ് ചെയ്തിരുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഹിൻഡൻബർഗ് പരിചിതമാവുന്ന 2023 അദാനിക്കെതിരെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ്. എന്നാൽ ഇതിനെ തുടർന്ന് അദാനി ഓഹരികൾ തുടർച്ചയായി ഇടുകയും നിക്ഷേപകർക്ക് 1.7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാകുകയും ചെയ്തിരുന്നു. അദാനിക്ക് മുമ്പ് ഹിൻഡൻബർഗിന്റെ ആക്രമണം നേരിട്ടത് നിക്കോളാസ് കോർപ്പറേഷൻ എന്ന കമ്പനിയായിരുന്നു. ഇലക്ട്രിക് ട്രക്ക് നിർമ്മാതാക്കളായ കമ്പനി അതിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിക്ഷേപകരെ കബളിപ്പിക്കുന്നു എന്ന് കാട്ടിയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നത്. ഇതിനെ തുടർന്ന് നിക്കോളയുടെ സ്ഥാപകനെ വഞ്ചനാക്കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2023 ഐക്യാൻ എന്റർപ്രൈസ് എന്ന കമ്പനിക്കെതിരെയും റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ കമ്പനിക്കെതിരെ കനത്ത പിഴ ചുമത്തുകയും നിയമ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ 2024 വീണ്ടും അദാനിക്കെതിരെയും സെബി ചെയർപേഴ്സണെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഹിൻഡൻബർഗ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതോടെ അദാനിക്ക് നല്ല സമയം തെളിഞ്ഞു എന്ന് വേണം പറയാൻ. ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് 5% മുകളിൽ നേട്ടം കൈവരിക്കാൻ അദാനി ഓഹരികൾക്ക് സാധിച്ചിരുന്നു. കൂടാതെ ഒട്ടനവധി കമ്പനികളുടെ റിസൾട്ടുകൾ ഈ ആഴ്ച പുറത്തു വന്നിരുന്നു. അതിൽ എല്ലാവരുടെയും നോട്ടം ഈ ആഴ്ച എന്നത് IT സെക്ടറിലാണ്. ഈ ആഴ്ച മാത്രം നിഫ്റ്റി IT 5% മുകളിൽ ഇടിവാണ് കാഴ്ചവെച്ചത്. ഇതിന് പ്രധാന കാരണമായി കരുതുന്ന IT സെക്ടറിലെ ക്വാർട്ടർലി റിസൾട്ടാണ്. പ്രധാന റിസൾട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസിന്റെ ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ നെറ്റ് പ്രോഫിറ്റ് 6,806 കോടി രൂപയായി 7.6% റവന്യൂ കൂടിയിരിക്കുന്നത്. ഇതേസമയം ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ റവന്യൂ 11.4% ഉയർന്നത്. അടുത്തത് TCSന്റെ റിസൾട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായ TCSന്റെ ഡിസംബർ ക്വാർട്ടറിൽ 11.9% വളർച്ച രേഖപ്പെടുത്തി. TCSന്റെ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് 12,380 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ 60,583 കോടി രൂപയെ അപേക്ഷിച്ച് ഈ വർഷം 5.6% നേട്ടത്തോടുകൂടി 64,259 കോടി രൂപയെ നേട്ടമുണ്ടാക്കാൻ TCSന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് ഇന്ത്യൻ ഡിവിഡൻഡ് ₹10 രൂപയും അതുപോലെ സ്പെഷ്യൽ ഡിവിഡൻഡ് ആയിട്ട് 66 രൂപ പെർ ഇക്വിറ്റി എന്ന നിരക്കിലും ഡിവിഡൻഡിനായി 21,500 കോടി രൂപ ഇൻഫോസിസ് നിക്ഷേപകർക്ക് നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന റിസൾട്ട് വന്ന HCLന്റെ ആണ്. HCLന്റെ ഡിസംബർ ക്വാർട്ടറിലെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 4,591 കോടി രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് 5.5% നേട്ടം കൈവരിക്കാൻ കമ്പനിക്കായി. 18 രൂപയുടെ ഇന്ത്യൻ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. HCL ടെക്കിന്റെ റിസൾട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് IT സെക്ടറിൽ ചോരപ്പുഴ ഒഴുകുന്നതിന് കാരണമായത്. പ്രതീക്ഷിക്കാത്ത റിസൾട്ട് വരാത്തായിരുന്നു പ്രധാന കാരണം. എന്നിരുന്നാൽ പോലും തുറന്നു വരുന്ന IT കമ്പനികളുടെ റിസൾട്ടുകൾ IT സെക്ടറിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് നിക്ഷേപകർ വിലയിരുത്തുന്നു. റിസൾട്ട് പ്രതീക്ഷിച്ചതുപോലെ ഉയരാത്തതിനെ തുടർന്ന് പ്രധാന IT സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനായി. ഈ ആഴ്ച മാത്രം HCLന്റെ ഓഹരി 11% മുകളിൽ ഇടിഞ്ഞിരുന്നു. കൂടാതെ റിസൾട്ട് എന്ന മറ്റൊരു പ്രധാന IT സ്റ്റോക്ക് LT മൈൻഡ്രി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ 1,168.9 കോടി രൂപയുടെ ലാഭത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം 7.14% ഇടിവോടുകൂടി 1,065.8 കോടി രൂപയുടെ ലാഭം നേടാൻ കമ്പനിക്ക് സാധിച്ചിട്ടുള്ളൂ. IT സെക്ടറിലെ റിസൾട്ടുകൾക്ക് പുറമെ റിസൾട്ട് വന്ന മറ്റൊരു പ്രധാന ഓഹരിയായിരുന്നു റിലയൻസ്. റിലയൻസിന്റെ നെറ്റ് പ്രോഫിറ്റ് 7% ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ ഉയർന്ന് 18,540 കോടി രൂപയായി. നിക്ഷേപകരുടെ എക്സ്പെക്ടേഷൻ 18,337 കോടി രൂപയായിരുന്നു. അതിന് മുകളിൽ നേട്ടം കൈവരിച്ചത് കൊണ്ട് തന്നെ റിസൾട്ട് വന്ന ആഴ്ചയിൽ മികച്ച നേട്ടം നൽകാനായിട്ട് റിലയൻസ് ഓഹരികൾ സാധിച്ചിട്ടുണ്ട്. കൂടാതെ റവന്യൂ 2.43 ലക്ഷം കോടി രൂപയായി ഉയർന്നിരുന്നു. ഇത് നിക്ഷേപകരുടെ എക്സ്പെക്ടേഷന് മുകളിലായിരുന്നു. ഈ വളർച്ചയ്ക്ക് കാരണമായത് റിലയൻസ് റീറ്റെയിൽ അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ മികച്ച പ്രവർത്തനമാണ്. കൂടാതെ റിലയൻസ് ജിയോയുടെ നെറ്റ് പ്രോഫിറ്റും 24.4% ഉയർന്ന് 6,477 കോടി രൂപയായി. റവന്യൂ 15.5% ഉയർന്ന് 29,307 കോടി രൂപയായിട്ടുണ്ട്. അടുത്തൊരു പ്രധാന റിസൾട്ട് വന്ന ആക്സിസ് ബാങ്കിന്റെ ആയിരുന്നു. പക്ഷേ നിക്ഷേപകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആക്സിസ് ബാങ്കിന് വരാനായിട്ട് സാധിച്ചിട്ടില്ല. 6,399 കോടി രൂപയായിരുന്നു ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ. ഇതിനെ തുടർന്ന് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിൽ ഇടിവ് രേഖപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് പുറമെ ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ ഈ ആഴ്ച 6% മുകളിലാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിസൾട്ട് മുമ്പുള്ള ആഴ്ചയിൽ 4% മുകളിൽ ഇടിവ് കഴിഞ്ഞ ആഴ്ച ആക്സിസ് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ 2024 ജൂലൈ 15 മുതൽ ഈ ആഴ്ച വരെയുള്ള പെർഫോമൻസ് നോക്കിയാലും 25% ഇടിവാണ് ആക്സിസ് ബാങ്കിന്റെ ഓഹരികൾ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച വരാനിരിക്കുന്ന റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൊമാറ്റോ, ഡിക്സൺ ടെക്നോളജീസ്, IDBI ബാങ്ക്, ഒബ്രോൺ റിയാലിറ്റി, 197 കമ്മ്യൂണിക്കേഷൻ അഥവാ Paytm, L&T ഫിനാൻസ്, ICICI സെക്യൂരിറ്റീസ്, MCX അഥവാ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IRFC, ഇന്ത്യൻ സിമന്റ്, ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, HDFC ബാങ്ക്, കോഫോർജ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, പോളിക്യാബ് ഇന്ത്യ,
ടാറ്റ കമ്മ്യൂണിക്കേഷൻ, സെൻസർ ടെക്നോളജീസ്, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് അടുത്ത ആഴ്ച വരാനായിട്ടിരിക്കുന്നത്. കൂടാതെ സെബി സ്മോൾ ടിക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി 250 രൂപ മുതലുള്ള സ്മോൾ മന്ത്ലി SIP പ്ലാനുകൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്വിറ്റി മാർക്കറ്റിന്റെ പാർട്ടിസിപ്പേഷൻ വളർത്തുന്നതിന്റെ ഭാഗമായിട്ടാണിത്. ഇത് പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ചെറു പട്ടണങ്ങളിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിനെയാണ്. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലേക്കുള്ള മെയിൻ ഇൻഡെക്സിന്റെ ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് 23,203 ആയിരുന്നു. സപ്പോർട്ട് 23,000, അതുപോലെ തന്നെ 22,800 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 23,500 23,800 ഇനി അതേ സെയിം സ്ഥാനത്ത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് 48,540 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് ലെവലായിട്ട് 48,000 47,500 നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ലെവലായിട്ട് 49,000 49,500 നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി വളരെ വീക്ക് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് 22,608 സപ്പോർട്ട് വരുന്നത് 22,400 22,000 റെസിസ്റ്റൻസ് വരുന്നത് 23,000 23,200 ഇനി BSE ഇൻഡെക്സ് ആയിട്ടുള്ള സെൻസെക്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് 76,616 അതുപോലെ തന്നെ 76,000 75,500 ആയിരിക്കും നല്ലൊരു സപ്പോർട്ട് ലെവലുകളായിട്ട് വരുന്നത്. റെസിസ്റ്റൻസ് ലെവലിലേക്ക് 77,000 77,800 നമുക്ക് കൺസിഡർ ചെയ്യാം. വരുന്ന ആഴ്ചയിൽ ട്രേഡ് എടുക്കുന്ന സമയത്തേക്ക് പറഞ്ഞ ലെവലുകൾ കൺസിഡർ ചെയ്യുക. അതുകൂടാണ്ട് തന്നെ Q3 റിസൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വരുന്ന ഒരാഴ്ച എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വീക്ക് ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.